ഹരിയോ? രണ്ടാളും ഉണ്ടല്ലോ. ഹരി ഇന്ന് ഇവിടെ വരാറുണ്ടോ? ആ, ഇടയ്ക്കൊക്കെ. അമ്മയ്ക്ക് നിർബന്ധമാ. അത് നന്നായി. അമ്മയെ പേടിച്ചിട്ടാണെങ്കിലും ക്ഷേത്ര ദർശനം മുടക്കാറില്ലല്ലോ. ഇന്ന് എന്റെ അമ്മയുടെ പിറന്നാളാ. ആ എന്നിട്ട് അമ്മ വന്നില്ലേ? ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നതാ എന്റെ അമ്മയ്ക്ക് ഇഷ്ടം. എന്നാ പിന്നെ അമ്മ അങ്ങോട്ടൊന്ന് പോയി കാണായിരുന്നില്ലേ? അമ്മയില്ല. ഓ, അച്ഛനും. ആ മോളാ ആനന്ദി. ഇന്ന് മോളുടെയും പിറന്നാളാ. മോളെ, ഇത് ഹരി. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ലല്ലോ? അത് പിന്നെ ഇല്ല. മോളെ, ഹരിക്ക് പായസം കൊടുക്ക്. എന്റെ ഗ്ലാസ് മാത്രമൊന്നുമില്ല. അമ്മ വന്നേ. ഞങ്ങളൊന്ന് വലം വെച്ചിട്ട് വന്നേക്കാം. ആ, ഒന്നും തോന്നരുത് കേട്ടോ. അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാ. കാര്യാക്കണ്ട. അത് സാരമില്ല. ഇനിയിപ്പോ പായസം വേണമെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ട് വന്നാ പോരെ? എന്നാ മോൻ അങ്ങോട്ട് വന്നോളൂ കേട്ടോ. ശരി. ഒന്ന് വേഗം വായന്റെ എലിക്കുട്ടി. വൈദ്യന്റെ അടുത്ത് എന്നിട്ട് വേണം ഒരു കലക്കാൻ. മനുഷ്യ ശരീരം എങ്ങനെ ഇളക്കല്ലേ? ഒന്ന് പതിയെ പോ. ഒന്ന് പോടി. എനിക്ക് ഓടാം, ചാടാം, എല്ലാം ചെയ്യാം. വൈദ്യരേ. ആ, ജോണിയോ? നമസ്കാരം. ഇപ്പോ എങ്ങനെയുണ്ട്? എല്ലാം ഉണ്ട് വൈദ്യരെ. പഴയ ഉണർവും ഉന്മേഷവും ചൊടിയും ചുണയും എല്ലാം. അല്ലേ എലിക്കുട്ടി? അതെ, അസുഖമാരിപ്പോ ഒരു പ്രത്യേക സന്തോഷം വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനിരുന്ന പെട്ടെന്നൊന്നും എഴുന്നേക്കില്ല. എന്ത് കണ്ടാലും ആക്രാന്ത. എന്താ ജോണി അങ്ങനെ? കുറെ നാൾ ഒന്നിനും മേലാതിരിക്കുകയല്ലായിരുന്നോ? അസുഖം മാറിയപ്പം വല്ലാത്തൊരാവേശം എല്ലാത്തിനോടും. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോ ഒരു അസുഖമില്ല. പക്ഷേ ഒരു തുള്ളി മദ്യം മതി പഴയ അവസ്ഥയിലേക്ക് എത്താൻ. പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ കുടിക്കില്ല. അതിന് മാത്രം ഞാൻ അനുഭവിച്ചതാ. ഹോസ്പിറ്റലിൽ നിന്ന് വരെ ഉപേക്ഷിച്ച എനിക്ക് പുതിയൊരു ജീവിതം തന്നത് വൈദ്യരാണ്. എതിരായിട്ടൊന്നും ഞാൻ ചെയ്യില്ല, സത്യം. നല്ലത്. പറഞ്ഞ പ്രകാരമുള്ള ഭക്ഷണശീലവും ദിനചര്യകളും ഒക്കെ തെറ്റിക്കാതിരുന്നാൽ ആരോഗ്യവാനായിട്ട് കഴിയാം. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പോയിക്കോളൂ. ആ, പിന്നെ ഇനി വരുമ്പോ ഒരു സന്തോഷ വർത്തമാനമായിട്ട് വേണം വരാൻ കേട്ടോ. ഇനി എത്ര നാളാന്ന് വെച്ചാ പെങ്ങടെ മോളെ കളിപ്പിച്ചോണ്ടിരിക്കുക. ഇനി കളിയും ചിരിയൊക്കെ ഞാനും എലിക്കുട്ടിയും കൂടെ തമ്മിലാ. ഞാൻ പൊളിച്ചടുക്കും. ചെറിയൊരു എന്തായത്? കുറച്ചേ ഉള്ളൂ. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാ. അങ്ങിത് സ്വീകരിക്കണം. ഉപേക്ഷ പറയരുത്. ഇവിടത്തെ ചികിത്സയ്ക്ക് പണത്തിന്റെ പകിട്ട് ഒട്ടും ചേരില്ല. അതെടുത്തോളൂ എന്ന് പറഞ്ഞ സങ്കടാവും. പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയ അറിവായത്. അത് പണത്തിനു വേണ്ടി ആകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഇതാ എന്റെ മരുന്നിനു വേണ്ടി ചെലവായ തുക മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അത് മതി. ഈ അച്ഛന് എന്തെങ്കിലും ഉറപ്പടാ? എന്താ? ജോണി കൈ കൊണ്ട് കൊടുത്ത പൈസ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞു. ഓ, അതാണോ? അതെ. അച്ഛൻ അങ്ങനെ അതൊന്നും മേടിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തിനു വേണ്ടിട്ട് അച്ഛൻ ഇങ്ങനെ പുണ്യാളം ചമയുന്നേ? സുകുമാരൻ വൈദ്യർക്ക് പണത്തിനോട് ആർത്തിയില്ലെന്ന് കാണിക്കണോ? അതും ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? ദേ, അച്ഛൻ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. മനസ്സിലായോ? താടി മീശ വിളിച്ചു അച്ഛനെ കുറ്റം പറയാൻ നടക്കുന്നു. ചേട്ടാ പോലെ ഒരു കാര്യം പറയട്ടെ. അത് പിന്നെ അച്ഛൻ അങ്ങനെയൊക്കെ പറയും. ഈ വീട്ടുകാരെ നോക്കുന്നത് ഞാനും ചേട്ടൻ കൂടിയാ. പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ കാശൊന്നും കിട്ടിയാ വലിയ ഉപകാരമായിരുന്നു. നിനക്ക് മനസ്സിലായില്ലേ? വൈദ്യരെ ഇളയമായന ഓമിയോ ഓമിയോ. എന്നാ പിന്നെ ഇയാള് പോയേ. ഞങ്ങക്ക് പോയിട്ടേ അല്പം പണിയുണ്ട്. മനുഷ്യന് മെനക്കെടുത്താൽ പോയി കാശ് വേണം പോലും വൈദ്യരെ നാണം കെടുത്താനായി. വേണ്ടായിരുന്നു.